ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, അയ്യോ, നമസ്കാരം. കാര്യം ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായെങ്കിലും ആ ഫയൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിനക്ക് വീഴ്ച പറ്റി. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത് നീ എല്ലാ അർത്ഥത്തിലും എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടാ. മാത്രമല്ല, ഇനി അബദ്ധം പറ്റരുത്. അതിനുവേണ്ടി കൂടിയാ. സാറ് പറയ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് നീ ചെയ്യുന്നത്. നിന്നെ കൊടുക്കാൻ വല വിരിച്ച് കാത്തിരിക്കുകയാണ് ചുറ്റും പലരും. മനസ്സിലായി സാർ. അതുകൊണ്ട് മേലിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇത്തരം ജോലികൾ ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളിലും വളരെ വിജിലന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അകപ്പെട്ടു പോവും. ഞാൻ ശ്രദ്ധിക്കാം സാർ. ഒരിക്കലും ഇതൊരു കുറ്റപ്പെടുത്തലായി നീ കരുതരുത്. കാരണം നിനക്ക് ആദ്യമായിട്ട് പറ്റിയൊരു പിഴവാണിത്. നീ വിഷമിക്കുന്നു വേണ്ട. അത് പോട്ടെ. സൂര്യമംഗലം തറവാട്ടിലുണ്ടായ ആ അറ്റാക്കിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല സാർ. അത് കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ശരി, ഇനി നിപ്പിക്കോ. ശരി സാർ. എടാ, നിന്റെ ഈ മാനസിക രോഗം ഇതുവരെ മാറിയില്ലേ? എന്താടാ മാനസിക രോഗം? ആ, മെന്റൽ ഡിസീസ്. നിന്റെതേ ഒരു വൃത്തികെട്ട മാനസിക രോഗം. ഇതിന്റെ ട്രീറ്റ്മെന്റ് കാരണം അടച്ചുള്ളൊരു അടിയാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ, കാണിച്ചു തരാം. നീ എന്ത് കാണിക്കുന്നാടാ ഈ പറയുന്നത്? ഒരു ജോലിയും ചെയ്യാതെ കണ്ടവന്റെ കാര്യം തിരക്കി നടക്കുന്ന ഒരുത്തൻ. വെറും യൂസ്ലെസ്. നിനക്ക് പോയി ചത്തൂടാ. ഓടാ. നിന്നെ തല്ലിയല്ലേ എന്റെ കൈ വൃത്തികേടാവും. ഇഡിയറ്റ്. ഇനി ഈ ലാപ്ടോപ്പ് തിരിമറിയുടെ പിന്നില് ഇവനായിരിക്കോ? ഇവനിതെന്തു പറ്റി? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പമ്മി നിൽക്കണത്. നല്ല എന്തു പറ്റിടാ? നീ എന്തെങ്ങനെ നിൽക്കണേ? നീ ഒന്നും വല്ല എടാകൂടത്തിലും ചാടിയോ? അതോ എന്തെങ്കിലും തരികട പരിപാടി കാണിച്ചിട്ട് പോലീസ് എടുത്തിട്ട് ചതച്ചോ? സിറ്റുവേഷൻ മോശമായി പോയി. ഇല്ലെങ്കിൽ ഞാൻ അയാളടുത്ത് പൊരിച്ചേനെ. ഫ്രീ ആയിട്ട് വല്ല വഴക്കുണ്ടായോ? നീ എന്താടാ മൗനവ്രതത്തിലാണോ?
എന്തോ അക്കടി പറ്റിയിട്ടുണ്ട്. ശരിടാ, ഇത് എന്ത് പാട്? നമസ്കാരം. ഇവർക്കെന്താ മാനസാന്തരം വന്നോ? എന്ത് പറ്റി? വല്ല ദൈവവും പ്രത്യക്ഷപ്പെട്ട് സ്വഭാവം മാറ്റിയോ? എന്ത് പറ്റി ജയന്റെ അമ്മേ, നിങ്ങൾക്കും മകനും? ഒന്നും പറ്റിയില്ല എന്റെ രാധമ്മയുടെ ഭർത്താവേ. രാധമ്മയുടെ ഭർത്താവ്? ഉം. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലേ? എല്ലാം മായയല്ലേ സഹോദരാ? എന്റെ അമ്മേ, സർവവും മായ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഭേദമിണ്ടാവതല്ല. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. വട്ടായി പോയല്ലേ? ഞാനിത് പ്രതീക്ഷിച്ചതാ. മോളെ, എന്ത് പറ്റിയടി നിന്റെ ഹസ്ബൻഡിനും മാതാശ്രീക്കും? എനിക്കറിയില്ല അച്ഛാ. അമ്മയും മകനും കൂടി തിടുക്കപ്പെട്ട് പുറത്തു പോയതാ. പക്ഷെ പോയ ആളുകളല്ല തിരിച്ചു വന്നത്. അതെ, അവൻ മാനസാന്തരക്കാരൻ, ഇവരാണെങ്കിൽ സന്യാസിനി. അമ്മയും മോനും തമ്മില് എന്തൊക്കെ രഹസ്യങ്ങളുണ്ട്. ആർക്കറിയാം? അല്ലടി, നീ ജയനോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു മടുത്തു. ഒന്നും മിണ്ടുന്നില്ലെന്നേ. തക്കതായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ പെട്ടുപോകുമെന്ന് ഞാൻ എന്നോട് തന്നെ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ആര് കേൾക്കാൻ? അയ്യോ, അയ്യോ, നമസ്കാരം. എന്താ ചേട്ട വിശേഷം? സുഖല്ലേ? പരമസുഖം. നമസ്കാരം. അകലേ